കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കായുള്ള മുന്നൊരുക്കങ്ങൾക്കായി തായ്ലൻഡിൽ പ്രീ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സച്ചിൻ സുരേഷ്, ജസ്റ്റിൻ ഇമ്മാനുവൽ എന്നിവർ പരിക്ക് കാരണം തായ്ലൻഡിലേക്ക് പറന്നിട്ടില്ല. മലയാളി താരങ്ങളായ ബിജോയ് വർഗീസ്, നിഹാൽ സുധീഷ്, പുതിയ സൈനിക ലികബാം രാകേഷ്, ഹരിത്രദാസ് എന്നിവരും ടീമിൽ ജോയിൻ ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇവരും ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അണ്ടർ 20 ടീമിന്റെ ഭാഗമായ കോറോ സിംഗ് നിലയിൽ ടീമിന്റെ ഭാഗമല്ല. പുതിയ പരിശീലകൻ മൈക്കേൽ സ്റ്റാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ഇറങ്ങുമ്പോൾ ചില താരങ്ങൾക്ക് പ്രീ സീസൺ ഏറെ നിർണായകമാണ്. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ സ്ക്വാഡിൽ ഇടം ലഭിക്കണമെങ്കിൽ ചില താരങ്ങൾക്ക് പ്രീ സീസണിൽ സ്റ്റാറയുടെ ഗുഡബുക്കിൽ ഇടം പിടിച്ചേ മതിയാവൂ. അത്തരത്തിൽ പ്രീ സീസൺ നിർണായകമാവുന്ന ചില താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വിദേശ താരങ്ങളായ ജോഷുവ സോട്ടിരിയോ, കോമി പെപ്ര എന്നിവരിൽ ഒരാളെ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ നിലനിർത്തുകയുള്ളൂ. ഇതിൽ ഒരാളെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാനോ ലോണിൽ അയക്കാനോ സാധ്യതയുണ്ട്. ചിലപ്പോൾ 2 പേരെയും. അതിനാൽ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാതിരിക്കാനോ ലോണിൽ അയക്കാതിരിക്കാനോ ചെയ്യണമെങ്കിൽ ഇരുവർക്കും പ്രീ സീസണിൽ സ്റ്റാറയുടെ ഗുഡ്ബുക്കിൽ ഇടം പിടിച്ചേ മതിയാവൂ. ഇരുവരുടെയും ഭാവി നിർണ്ണയിക്കുന്നത് ഈ പ്രീസീസൺ പര്യടനമാണ്. മലയാളി താരങ്ങളായ മുഹമ്മദ് ഷഹീഫ്, മധ്യനിര താരം യോയൻബ മീതെ, മലയാളി താരം ശ്രീകുട്ടൻ, മുഹമ്മദ് അജ്സൽ, ബികാഷ് സിംഗ്, സൗരവ് ദാസ് മുണ്ടേൽ എന്നിവർക്കും അടുത്ത സീസണിൽ സീനിയർ സ്ക്വാഡിൽ ഇടമുറപ്പാക്കണമെങ്കിൽ പ്രീ സീസണിൽ കോച്ചിന്റെ കണ്ണിൽ പതിയണം. കൂടാതെ ടീമിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള മലയാളി പ്രതിരോധ താരം ബിജോയ് വർഗീസ്, ഹരിത്രദാസ്, ലികബാം രാകേഷ് എന്നിവർക്കും സീനിയർ സ്ക്വാഡിൽ സീറ്റുറപ്പിക്കാൻ പ്രീ സീസൺ നിർണായകമാണ്. ഇവർക്ക് പ്രീ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇവരെ വിൽക്കുകയോ ലോണിൽ അയക്കുകയോ ചെയ്തേക്കും. ബാക്കിയുള്ള താരങ്ങൾ ഏതാണ്ട് സീനിയർ സ്ക്വാഡ് ഉറപ്പിച്ച താരങ്ങളാണ്.